നിന്റെ ഹാർട്ട് അവർ കഴിക്കാൻ പോവാണ്. ഇന്നത്തോടെ നിന്റെ കഥ കഴിയുന്നൊക്കെ അവനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ചാൻസ് മാത്രമേ കിട്ടൂന്ന് മനസ്സിലാക്കി ഈ വിച്ചിന്റെ ബ്രദർ അടുത്ത് വന്നതും ആ ആണി ഉപയോഗിച്ചിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം അവനെ ആ ഒരു സെല്ലിൽ അടച്ചിട്ടിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇവള് പോകുന്നതിന്റെ ഇടയിൽ റാണി മുന്നേ ഡ്യൂക്കിന്റെ ആർമിയിലുള്ള ഒരാളെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവൻ ഹീറോയിൻ പുറത്തേക്ക് ഓടി വരുന്നത് കാണുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കനാൽ വഴി ചാടി ഒരു കുതിര എടുത്തിട്ട് അതിവേഗം അവിടുന്ന് പാഞ്ഞു പോവാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള കാര്യം ആ ഒരു മന്ത്രവാദിനി അറിഞ്ഞിട്ടുണ്ട്. മന്ത്രവാദിനി നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് ആളുകളെ പുറകെ തന്നെ അയച്ചിരിക്കുകയാണ്. ഹീറോയിനും നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അവളുടെ പുറകില് മന്ത്രവാദിനിന്റെ പടയാളികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം പോയിട്ട് ഇവിടെ ഒരു ഡാർക്ക് ഫോറസ്റ്റിൽ എത്തുന്നുണ്ട്. അവിടെ ഒരു ചതുപ്പ് നില ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ നമ്മുടെ ഹീറോയിന്റെ കുതിര നേരെ പോയി വീഴുന്നുണ്ട്. ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്ന കുതിരയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വിച്ചിന്റെ ആ ഒരു ആർമി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് വിച്ചിന്റെ ബ്രദർ തന്നെയാണ്. എന്നാൽ അവരുടെ കുതിരകളും ഈ ഒരു ചതുപ്പിൽ പെട്ടുപോവാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഈ കാടിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടുന്നുണ്ട്.